നമ്മുടെയൊക്കെ വീടുകളിൽ ഇപ്പോൾ കാണപ്പെടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈച്ച ശല്യം. പ്രത്യേകിച്ച് മഴക്കാലം കൂടെ ആണെങ്കിൽ പറയാൻ വേണ്ട. അപ്പം അത് മാറ്റാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ടിപ്പാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു പഴയ ഉപയോഗിക്കാത്ത ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്ക് ഫസ്റ്റ് ഒഴിക്കേണ്ടത് ഫാബ്രിക് കണ്ടീഷണർ അല്ലെങ്കിൽ കംഫോർട്ട് പോലെയുള്ള ഫാബ്രിക് കണ്ടീഷണേഴ്സാണ്. ഏതായാലും കുഴപ്പമില്ല. അതൊരു 2 അടപ്പോളം ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾ കുറച്ച് അധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമതായിട്ട് ഇതിലേക്ക് വേണ്ടത് സോഡാപ്പൊടിയാണ്. അത് ഞാൻ 1 സ്പൂൺ നിറയെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഉപ്പാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.25 സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് അവസാനത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ആവശ്യമുള്ളത് വിനീഗറാണ്. ഞാനിവിടെ സിന്തറ്റിക് വിനീഗറാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 2 അടപ്പ് ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഒഴിക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ പതഞ്ഞ് പൊങ്ങി വരും, കാരണം നമ്മൾ ഓൾറെഡി ബേക്കിംഗ് സോഡ ഇട്ടിട്ടുള്ളത് കൊണ്ട്. വിനാഗിരിയും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതായിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലിലോ സാധാ ബോട്ടിലേക്ക് മാറ്റിയിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളൊക്കെ തുടയ്ക്കുന്ന സമയത്ത് ഇത് അല്പം ഒഴിച്ചിട്ട് തുടച്ചു കഴിഞ്ഞാൽ നല്ല സ്മെല്ലും കിട്ടും. അതുപോലെ ഈച്ചയുടെ ശല്യം ഒന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ഒരു ടിപ്പാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്